ജലം ശുദ്ധീകരണത്തെയും പുതിയ ജീവിതത്തെയും പ്രതിനിധീകരിക്കുന്നു. യേശുവിന്റെ അരികിൽ നിന്ന് വെള്ളം ഒഴുകിയപ്പോൾ അത് അവനിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നു. പുറപ്പാട് 17:6 ഇപ്രകാരം കാണുന്നു: പാറയെ അടിക്കുക, ജനത്തിന് കുടിക്കാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും. ഇസ്രായേലിനെ താങ്ങി നിർത്താൻ മോശ പാറയെ അടിച്ചപ്പോൾ വെള്ളം പുറപ്പെട്ടതുപോലെ നമ്മുടെ ആത്മീയ പാറയായ യേശു അടികൊണ്ടു. അവനിൽ നിന്ന് നിത്യജീവന്റെ വെള്ളം പുറപ്പെട്ടു. യേശുവിന്റെ വശത്തുനിന്നുള്ള രക്തവും ജലവും രക്ഷയുടെ 2 അവശ്യ ഘടകങ്ങളെ സൂചിപ്പിക്കുന്നു. രക്തം നീതീകരണത്തെ സൂചിപ്പിക്കുന്നു. യേശുവിന്റെ യാഗത്തിലൂടെ നാം ക്ഷമിക്കപ്പെടുകയും ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. വെള്ളം വിശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പമുള്ള നമ്മുടെ നടത്തത്തിൽ നാം നിരന്തരം ശുദ്ധീകരിക്കപ്പെടുകയും പുതുക്കപ്പെടുകയും ചെയ്യുന്നു. 1 യോഹന്നാൻ 5:6 ഇപ്രകാരം കാണുന്നു: ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശുക്രിസ്തു തന്നെ, ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവും സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ. യേശുവിന്റെ മരണം വെറുമൊരു വധശിക്ഷ ആയിരുന്നില്ല, അത് മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന്റെയും ശുദ്ധീകരണത്തിന്റെയും പുനഃസ്ഥാപനത്തിന്റെയും ആത്യന്തിക പ്രവൃത്തിയായിരുന്നു.